ഇന്നുണ്ടാക്കുന്നത് പൈനാപ്പിൾ പച്ചടിയാണ്. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തതാണ്. അതിലേക്ക് കുറച്ച് വെള്ളവും 1 കഷ്ണം ഇഞ്ചി, 1 പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പ് മാത്രം ഇട്ട് ഒന്ന് നല്ല രീതിക്കൊന്ന് ഇത് വേവിച്ചെടുക്കാം. ഇത് നല്ലപോലെ വെന്ത് വന്ന ശേഷം ഇതിലേക്ക് തേങ്ങ അരിപ്പും കൂടെ ചേർത്ത് ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കണം. നല്ല രീതിക്കൊന്ന് തിളച്ച് വന്ന ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ചൂട് നല്ലപോലെ ആറിയ ശേഷം ഇതിലേക്ക് കുറച്ച് കട്ട തൈരും കൂടെ ചേർത്ത് ഒന്നും കൂടെ മിക്സാക്കി എടുക്കുന്നുണ്ട്. നല്ലപോലെ മിക്സാക്കിയ ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം. വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല രീതിക്കൊന്ന് പൊട്ടി വന്ന ശേഷം ഇതിലേക്ക് ഒരു മുളക് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം ഒരു 5-6 ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് ഇതൊന്ന് നല്ല രീതിക്ക് വറുത്തെടുക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ഇടാം. ഇത് നല്ല രീതിക്ക് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് മിക്സാക്കി കൊടുക്കാം. ഇതിപ്പോൾ നല്ല രീതിക്കൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് പച്ചടിയിലേക്ക് ഇട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കളറൊന്ന് മാറിക്കിട്ടും. ആ വൈറ്റ് കളറിൽ നിന്ന് ഒരു ലൈറ്റ് റെഡ് കളറായിട്ടൊന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പൈനാപ്പിൾ പച്ചടി റെഡിയായി.